എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു മ്യൂസിയം കാണാൻ പോവാണ്. ഡിസ്കവറി മ്യൂസിയം എന്നാണ് മ്യൂസിയത്തിൻ്റെ പേര്. ഇത് ന്യൂകാസിൽ എന്ന് പറഞ്ഞ സിറ്റിയിലാണുള്ളത്. യുകെയിലെ നല്ലൊരു സിറ്റിയാണ് ന്യൂകാസിൽ. 3 ഫ്ലോറുകളിലായിട്ടാണ് ഈ മ്യൂസിയം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ 4 മണിക്ക് ക്ലോസ് ചെയ്യും. ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി. കുറച്ച് ദൂരെ പോയിട്ടാണ് പാർക്ക് ചെയ്ത് വന്നത്. അപ്പോൾ എൻട്രി ചെയ്താൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നിസാൻ്റെ ഒരു കാറ് കാണാം. അതിൻ്റെ ഹാഫ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും പണികളൊക്കെ കഴിഞ്ഞിട്ടുള്ളതും ബാക്കി ഒന്നും ചെയ്യാത്തതുപോലെയാണ് അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാറും ടെർബേനിയ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ഷിപ്പുമാണ് താഴത്തെ ഫ്ലോറിലുള്ളത്. സൈഡിലൂടെ സ്റ്റെയർ കേസ് ഉണ്ട്, മുകളിലേക്ക് കയറി പോവാം. പിന്നെ മിഡിലൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഷിപ്പ് കുറച്ചും കൂടി നന്നായി കാണണമെങ്കിൽ മേലേക്ക് കയറി നിന്നാൽ അതിൻ്റെ മോൾ ഭാഗമൊക്കെ കാണാൻ പറ്റും. ടെർബേനിയയുടെ സ്റ്റോറി ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത്. സ്റ്റീം ടർബൈൻ ഉപയോഗിച്ചിട്ടുള്ള ആദ്യത്തെ കപ്പലാണ് ടെർബേനിയ. ഇപ്പോൾ ന്യൂകാസിൽ ഓൺ ടൈനിലെ ഡിസ്കവറി മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളതാണത്. 1854 ജനിച്ച ചാൾസ് പാഴ്സണാണ് ഈ കപ്പൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുള്ള 1894 ഏറ്റവും ആദ്യത്തെ ടെർബേനിയയ്ക്ക് 100 അടി നീളവും 9 അടി വീതിയും ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളിവിടെ കാണുന്നത് പുനർനിർമ്മിച്ചതിന് ശേഷമുള്ള മോഡലാണ്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് ഈ ഷിപ്പും അതുപോലെ ആ കാറും മാത്രമാണ്. പിന്നെ ഫുഡ് കഴിക്കാൻ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടൊക്കെ ഇരിക്കാം. ഇനി ഫസ്റ്റ് ഫ്ലോറിലുള്ളത് കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള കുറച്ച് സംഭവങ്ങൾ, അതുപോലെ അന്നത്തെ കാലത്തെ ഓരോ കാലഘട്ടത്തെ ആളുകളുടെ ജീവിത രീതികൾ, അവർ ധരിച്ചിരുന്ന വസ്ത്രം, അവർ കഴിച്ചിരുന്ന ഭക്ഷണം, അവർ ചെയ്തിരുന്ന ജോലി, അങ്ങനെയുള്ള ഓരോ കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള ഓരോ സംഭവങ്ങളാണ് ഈ ഫസ്റ്റ് ഫ്ലോറിൽ കാണിച്ചിട്ടുള്ളത്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് ഞാൻ ഈ കുട്ടികളുടെ സംഭവങ്ങളൊന്നും ഇതിലിട്ടിട്ടില്ല. കുട്ടികൾക്ക് കളിക്കാനുള്ളതല്ല, പഠിക്കാനുള്ളതാണ്. ഗ്രാവിറ്റി, ഇലക്ട്രിസിറ്റി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്ത് പഠിക്കാനുള്ളതാണ്. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ചിലതൊക്കെ നാശമായിട്ടുണ്ട്. അതിൽ പലതും ഞാൻ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ചെയ്യാം. ഇതിൽ ഒരുപാട് ലെങ്ത് കൂടും. അതുകൊണ്ട് കുറച്ച് മാത്രമാണ് ഞാൻ കാണിക്കുന്നുള്ളൂ. വീഡിയോ എൻ്റെ വരെ കാണണം കേട്ടോ. കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതൊക്കെ അവർ യുദ്ധത്തിന് പോകുമ്പോൾ ധരിച്ചിരുന്നതാ. എടുത്ത് പൊക്കാൻ പോലും പറ്റുന്നില്ല, അത്രയും വെയിറ്റ് ഉള്ളതാണ്. പടച്ചട്ട പോലത്തെ എന്തോ സംഭവമൊക്കെ. ഈ മ്യൂസിയം ഞങ്ങൾ മാക്സിമം ടൈം എടുത്തിട്ട് തന്നെയാണ് കണ്ടത്. അത്യാവശ്യം കാണാനുണ്ട്. ഒരു 2 മണിക്കൂറോളമൊക്കെ നടക്കാനുള്ളതുണ്ട് അവിടെ. ഓരോന്നും വായിച്ച് മനസ്സിലാക്കി കണ്ടു പോകണമെങ്കിൽ സമയമെടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും. ഓരോ കാലഘട്ടത്തിൻ്റെയും തുടക്കം കഴിയുമ്പോഴേക്ക് തന്നെ മാറ്റങ്ങൾ വരുന്നുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഈ ഭാഗങ്ങളൊന്നും കുട്ടികൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടുന്ന സയൻസ് പഠിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അവിടെ ദേ വലിയ കുട്ടികളും കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇലക്ട്രിസിറ്റി പഠിക്കാൻ പറ്റുന്ന സംഭവമാണത്. കറക്കി കറക്കിയിട്ട് ലൈറ്റ് കത്തുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. വീഡിയോ ലെങ്ത് കൂടാതിരിക്കാൻ കുറേയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടെ ഇന്ത്യൻ വംശജയായ ഒരു ലേഡിയുടെ മാരേജ് നടന്നിട്ടുണ്ട് ന്യൂകാസിൽ വെച്ചിട്ട്. 1960കളിലും 70കളിലൊക്കെ ന്യൂകാസിലിൽ ഇന്ത്യക്കാരെത്തി തുടങ്ങിയിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടനിൽ തൊഴിലാളി ക്ഷാമം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പുറത്തുനിന്നുള്ള ആളുകളെയൊക്കെ ഇങ്ങോട്ട് വരാൻ അനുവദിച്ചിരുന്നു. അതുപോലെ തന്നെ കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നൊക്കെ പുറത്താക്കിയിട്ടുള്ള ആളുകൾ കുടിയേറ്റക്കാരായിട്ടും വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്.
മ്യൂസിയം ക്ലോസ് ചെയ്യാനുള്ള സമയമായി തുടങ്ങി. അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് ഞങ്ങൾ മ്യൂസിയത്തിലെ തന്നെ കഫേയിൽ കയറിയിട്ട് ഹോട്ട് ചോക്ലേറ്റും സ്നാക്സൊക്കെ കഴിച്ചു. ഇനി ഞങ്ങൾക്കൊരു കത്തീഡ്രൽ കൂടി 5 മണിക്ക് മുൻപായിട്ട് കാണാനുണ്ട്. 5 മണിക്ക് അതടയ്ക്കും. അതുകൂടി കഴിഞ്ഞാൽ സിറ്റിയിലെ നൈറ്റ് ലൈഫൊക്കെ ഒന്ന് കാണണം. ഞാൻ പിന്നെ അതിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ വരിക, എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.